ഹലോ ഫ്രണ്ട്സ്, യൂട്ടൻ ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹായ്, ഞാൻ നിങ്ങളുടെ യൂട്ടൻ. നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ഓക്കേ? ഒരു നാടിൻ്റെ സാംസ്കാരികതയിലേക്ക് പ്രാഞ്ചിയേട്ടൻ പറഞ്ഞ പോലെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ നാട്ടിൽ സാംസ്കാരിക കേന്ദ്രമായ ഇരിങ്ങാലക്കുടയിൽ ആഘോഷപ്പെരുമയോടെ പിണ്ടിപ്പെരുന്നാൾ. ആ പിണ്ടിപ്പെരുന്നാളിന് പിണ്ടി അതിമനോഹരമായി അണിയിച്ചൊരുക്കുന്ന ഒരു വീഡിയോ. നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ പിണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രോക്ക് മോഡലിലാണ്. ഈ ഫ്രോക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കൊടി ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൊടി നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്യാവുന്നതാണ്. റെഡും വൈറ്റും ബ്ലൂവും വൈറ്റും പിങ്കും, അങ്ങനെ ഏത് കോമ്പിനേഷനാണോ നമുക്ക് ഇഷ്ടം അതനുസരിച്ച് നമുക്ക് കളർ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ കൊടിയുടെ അറ്റത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലവർ ഇതേപോലെ നമുക്ക് കോമ്പിനേഷനിൽ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാം. റെഡും വൈറ്റും അല്ലെങ്കിൽ വൈറ്റും റെഡും, ഏതാണോ നമുക്കിഷ്ടം അതുപോലെ ചെയ്യാം. ഇനി നമുക്ക് വരുന്നത് ഫ്രോക്കിൻ്റെ ഒരു പോർഷനാണ്. ഈ ഫ്രോക്കിൻ്റെ പോർഷൻ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് വൈറ്റ് ചൈന പേപ്പർ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഫ്രോക്കുകളിൽ ഷോ ബട്ടൺ വെക്കുന്നത് പോലെ നമുക്ക് ഈ ഫ്രോക്കിൽ ഷോ ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതേ ചൈന പേപ്പർ തന്നെ ഉപയോഗിച്ച് ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഈ ഫ്ലവേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ ഫ്രോക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നു. ആദ്യം നമ്മളിവിടെ ഫ്രോക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുള്ള ഷോ ഫ്ലവേഴ്സാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് ചൈന പേപ്പർ ഒരു 25 സെൻറ്റിമീറ്റർ നീളത്തിലും 4 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള പീസായി കട്ട് ചെയ്തെടുക്കണം. ഇനി അതിനെ 4ആയി മടക്കിയെടുക്കുക. ഇതേപോലെ ചെറുതായി വേണം ചൈന പേപ്പറിൻ്റെ കട്ട് ചെയ്തെടുക്കാൻ. അടുത്തത് കൊടിയുടെ മുകളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. ആ ഫ്ലവർ കൊടിയുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കനം കുറഞ്ഞ ഒരു നൂൽക്കമ്പി നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ചൈന പേപ്പർ ഏകദേശം 45 സെൻറ്റിമീറ്റർ നീളത്തിലും 12 സെൻറ്റിമീറ്റർ വീതിയിലുമായി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 5 ലെയറാണ് നമുക്ക് ആവശ്യമുള്ളത്. വൈറ്റ് ഏറ്റവും ടോപ്പിൽ ഒരു ലെയറും ബാക്കി 4 പേപ്പർ പീസസ്, അതായത് റെഡ് കളറിലുള്ള ചൈന പേപ്പർ അടിയിലും വരാവുന്ന രീതിയിൽ നമ്മൾ എടുത്തു വെക്കണം. എന്നിട്ട് അതിനെ 2ആയിട്ട് മടക്കുക. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 1 സെൻറ്റിമീറ്റർ മാത്രം ഹൈറ്റ് വരാവുന്ന രീതിയിലേ കട്ട് ചെയ്യേണ്ടതുള്ളൂ. ഇരുവശവും കട്ട് ചെയ്തെടുത്ത ഈ പേപ്പറിനെ സിക്സാക് മാനറിലാണ് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത്.
നമുക്ക് ഈ കൊടിയുടെ ഫ്ലവറിന് താഴെ കാണുന്ന ഭാഗമാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചൈന പേപ്പറിനെ 75 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും വരാവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ 3 പീസാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. 2 വൈറ്റും 1 റെഡും. റെഡ് സെൻട്രൽ വരാവുന്ന രീതിയിലാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഒരു ഇർക്കിലിൻ്റെ തുമ്പത്ത് നമ്മളത് കെട്ടി വെച്ചിരിക്കുകയാണ്. നൂൽക്കമ്പി ഉപയോഗിച്ചാണ് ആ ഫ്ലവർ അവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്ന ചൈന പേപ്പർ നീളത്തിൽ 2ആയിട്ട് മടക്കിയെടുത്തതാണ്. ആ മടക്കിൽ നിന്ന് ഏകദേശം 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഗമ്മ് തേക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് 2ആയി മടക്കി ഒട്ടിച്ചെടുക്കുന്നു. ഇപ്പോൾ 3 പേപ്പർ പീസും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഫ്ലവർ കെട്ടിവെച്ച ഈർക്കിലിൽ കൂടെ ആ പേപ്പറിൻ്റെ സെൻറ്റർ പോർഷൻ കടത്തിയെടുക്കണം. ഡെക്കറേഷൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് പിണ്ടിയുടെ ഫ്രോക്കിൻ്റെ ഭാഗമാണ്. ഈ ഫ്രോക്കിൻ്റെ ഭാഗം നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് 2.5 ഷീറ്റോളം ചൈന പേപ്പർ ഉപയോഗിച്ച് ഈ ഒരു ഷേപ്പിൽ വെട്ടി ഒട്ടിച്ചിട്ടാണ്. ഇതിന് ഏകദേശം 170 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇത് പിണ്ടിയിൽ കുത്തി കൊടുക്കുന്ന ഭാഗത്ത് ഏകദേശം 8 സെൻറ്റിമീറ്ററും താഴെ അറ്റം വരുന്നത് 40 സെൻറ്റിമീറ്ററുമാണ്. ഏകദേശം ഒരു ചെറിയ കേർവ്ഡ് ഷേപ്പാണ് ഈ ഒരു പീസിന് വരുന്നത്. ഇത് നമ്മൾ പിണ്ടിയിൽ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ചെറിയ ഒരു കമ്പി എടുത്തിട്ട് ആ പിണ്ടിയുമേ ഒരേ ലെവലിൽ വേണം 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഹോൾസ് ഉണ്ടാക്കിയെടുക്കുക. ആ ഹോളിനകത്തേക്ക് ഈ ഈർക്കിൽ കടത്തി വെച്ചിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ അറ്റം കുറച്ച് നിലത്ത് ഇങ്ങനെ മുട്ടിക്കിടക്കാവുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഫ്രോക്ക് നമുക്കതിൽ അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നമ്മുടെ പിണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പിണ്ടി പെരുന്നാളിനുള്ള പിണ്ടിയൊക്കെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തമ്പനെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 3 രീതിയിൽ പിണ്ടി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനർ ഞങ്ങളുടെ സ്വന്തം ജിഷ ചേച്ചിയാണ്.
ജിഷ ചേച്ചി നല്ലൊരു ഡിസൈനറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.